എനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ബന്ധു നിയമനം കൈയോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരമൊരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി, വെപ്രാളം, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും. മനോനില തെറ്റിയതുപോലെ പെരുമാറും. ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ്, എനിക്കതിൽ അഭിമാനമുള്ള ആളാണ്. രാഷ്ട്രീയം ഉപജീവനമാക്കരുത്, തൊഴിൽ ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നാണ് എനിക്ക് KT ജലീലിനോടും പറയാനുള്ളതാണ്. തൊഴിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് സ്വന്തം മോളെ കല്യാണത്തിന് പോലും സ്വന്തം ഭാര്യയിൽ നിന്ന് കടം വാങ്ങുക, എന്നിട്ടത് മാസാമാസം തിരിച്ചടക്കുക? നാണക്കേടല്ലേ? എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യേ, നിങ്ങളും ചെയ്യണം. പക്ഷേ ഒരു കാര്യമുണ്ട്, അഴിമതിയല്ല, സ്വജനപക്ഷപാതമല്ല, പൊതുമുതൽ അപഹരിക്കലല്ല, സ്വന്തം നിലക്ക് തൊഴിലോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്.